സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 21ാമത് വാർഷിക പൊതുയോഗം കൊച്ചി വില്ലിംഗ്ടൺ ട്രേഡ് സെന്ററിൽ നടന്നു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയുടെ 150-ലധികം ശാഖകളിൽ നിന്നായി 10,000-ലധികം സഹകാരികൾ പൊതുയോഗത്തിൽ പങ്കെടുത്തു. BLM സൊസൈറ്റി ഫൗണ്ടർ ചെയർമാൻ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച അംഗങ്ങളെ ചടങ്ങിൽ അച്ചീവ്മെന്റ് അവാർഡുകൾ നൽകി ആദരിച്ചു. അംഗങ്ങളുടെ ക്ഷേമവും സാമ്പത്തിക സുരക്ഷയും മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് BLM സൊസൈറ്റി അറിയിച്ചു. പുതുച്ചേരി മന്ത്രി ശ്രീ രാജവേലു ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. BLM പ്രസ്ഥാനം നമുക്ക് ഭവനം, അതാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലയ്ക്ക് ആൾറെഡി നമുക്കിപ്പോൾ പൊതുവെ 14 ഡിസ്ട്രിക്റ്റിലും ഫ്രീ ആയിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് കൊടുക്കുന്ന ഒരു സ്കീം പോയ AGM കൊടുത്ത് അതിൻ്റെ പ്രകാരം എല്ലാ ജനങ്ങൾക്കും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രിയുടെ കയ്യിലുകൊണ്ട് തന്നെ ആദ്യത്തെ തുടക്കം കുറിച്ചത്. ഇനിയും അതിപ്പോൾ കംപ്ലീറ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും 2 വീട് വെച്ച് കൊടുക്കാനുള്ള തീരുമാനം നമ്മളെല്ലാ മെമ്പേഴ്സിനും എല്ലാവർക്കും ഭവനം, അങ്ങനത്തെ ഒരു പുതിയ സ്കീമിൽ കൂടി നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്.